എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇവിടെ. പേനാക്കത്തി, ചൂരൽപ്പിടി, തെരച്ചുവാല്, ഒലക്കയുടെ മൂട്. ഞാൻ പറഞ്ഞില്ലേ സാറേ, പട്ടാളം മുഴുവൻ വന്നാലും ഇതുങ്ങളെ നേരെയാക്കാൻ ഒക്കില്ല. ഡാഡി അല്ലാതെ ആരെങ്കിലും ഇവരുടെ വാക്കും കേട്ടോണ്ട് ആ വാളും എടുത്തോണ്ട് പോവോ? ഇവറ്റകൾ എന്റെ വാളെ തൊട്ട് കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് തൊട്ട് നിന്നെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഞാനാ. തോന്നിയാസം കാണിച്ച കുടിച്ചുകൂടി ഞാൻ എല്ലാത്തിനും. ഞാൻ പറയാതെ പച്ചവെള്ളം കൊടുത്തേക്കരുത്. കൂട്ടിയിട്ട് എല്ലാത്തിനും. വാ 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 വാ, നടക്ക നടക്ക. ആരാ? ബോബി മേത്തിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം ഉണ്ടോ? ഓഫീസിലാ. ആരാ? ബോബിയെ കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ ബോബി, കോൾ ഫോർ യു. ഹലോ. നിന്നെ കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ആരെ? ഒരു പഴയ പരിചയക്കാരി കാണാൻ വന്നിരിക്കുക. എന്നെ? ആ, ഒരു കൊച്ചുണ്ട്. നിനക്ക് ഇവിടെ അറിയാവോ? ഇവിടെ അറിയുമോ? എനിക്ക് അറിയില്ല. ആരാ? എന്താ കാര്യം? നിങ്ങളൊന്ന് സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവളിലുണ്ടാകാൻ ഈ കുട്ടി എന്നുമാണ് ഇവള് പറയുന്നത്. എന്റെ കുട്ടിയാ? പച്ചക്കല്ലാണ് ഡാഡി ഇവള് പറയുന്നത്? അല്ല, സത്യമാണ്. നീന, നീ വെറുതെ. അപ്പൊ നിനക്ക് അവിടെ പേരറിയാം? പേര് പേര് പണ്ടും ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പം ഇവളവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയില്ലെന്ന് പറഞ്ഞു? ആരും അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മനസ്സിലായി? ഡാഡി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽക്കുള്ള യാതൊരു ബന്ധമില്ല. ഇതൊന്നും എന്റെ ഒന്നുമല്ല, സത്യം. ഒരു നിമിഷം. To my darling Nina, my hunger for you can never eat the miles between us. നിനക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാം? ഡാഡി, ഇതൊന്നും എന്റെ അല്ല ഡാഡി. ഈ കയ്യ ഷോപ്പ് നിന്റെ അല്ലേ? ഇതോ? അത് ഇത് എന്റെയാണ്. അതെ. ഇതിന്റെ അർത്ഥം നീ ഇവിടെ തമ്മിൽ സ്നേഹമായിരുന്നല്ലേ? എന്നാടാ നാ പറഞ്ഞിപ്പോയോ? ഡാഡി, സത്യം ഞാൻ പറയാം. സ്നേഹമായിരുന്നു എന്നല്ലാതെ ബാക്കി ഈ പറയുന്ന മുഴുവൻ കള്ളവാ. 3 വർഷം മുമ്പ് കോളേജ് കഴിഞ്ഞ കഥയാണിത്. ഇത്ര നാൾ ഇവിടെ എവിടെയായിരുന്നു? കോളേജിൽ നിന്ന് പോകുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അയ്യോ. അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാൾ പറഞ്ഞു. ഞാനങ്ങനെ പറയില്ല. എനിക്ക് അപ്പനമ്മ ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ലാത്ത എങ്ങനെയുണ്ടെന്ന് പറയും. നീ മിണ്ടരുത്. കുട്ടി പറയൂ. കത്തുകൾക്ക് മറുപടി കിട്ടാതായപ്പോ ഞാൻ ബോംബെയിൽ അന്വേഷിച്ചു. അവിടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു അഡ്രസ് തന്നു. ഞാൻ ബോംബെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പൊ മനസ്സിലായില്ല ഡാഡി ഇവിടെ കള്ളമാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായത് അന്വേഷിച്ച് ബോംബെ ചെന്നപ്പോഴാണ്. അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല. പിന്നെ ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. നിന്റെ അമ്മ കുട്ടി പറയൂ. കൽക്കത്തയിൽ ബേബി മാത്യു എന്നൊരു ജ്യേഷ്ഠനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോ അദ്ദേഹം അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഈ അഡ്രസ് കണ്ടുപിടിച്ചത്. കോളേജ് വെച്ച് ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞു തോന്നുന്നു. വല്ലവരുടെ കൊച്ചിന്റെ തന്ത അവന്റെ കിട്ടില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ ബോബിക്ക് കഴിയോ? ഞാൻ നിന്റെ തന്ത അല്ല. മതിയോ? ബോബി, ഡാഡി ഡാഡി ഇതിലിടപെടണ്ട. ഇവിടെ വേറെ ദുരുദ്ദേശമാണ് വന്നിരിക്കുന്നത്. അയ്യേ, രണ്ടിനെ പിടിച്ച് പടിക്ക് പുറത്താക്കി പട്ടി അയച്ചു. പട്ടിയും പൂച്ചയൊന്നും അഴിക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. പക്ഷേ ഗേറ്റ് വരെ പോവും. അവിടെ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എന്തിന്? എനിക്കും എന്റെ കുഞ്ഞിന് നീതി കിട്ടുന്നത് വരെ ഞാനൊരു പ്രക്കാരം. കുട്ടിയോടെ നിൽക്കൂ. അവള് പോയി ഇരിക്കട്ടെ ഡാഡി. 19 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അന്തസ്സും അഭിമാനം മാത്രമേ ഉള്ളൂ ബാക്കി. അതുകൂടെ കളഞ്ഞു വിളിക്കണോ നിനക്കൊക്കെ? പുതുശ്ശേരി വീടിന്റെ പടിക്കലൊരു പെണ്ണവിടെ കൊച്ചിന്റെ തന്തയ്ക്ക് അവകാശം പറഞ്ഞ് കുത്തിയിരുന്നാലേ ഞാൻ പിന്നെ ജീവിച്ചിരിക്കണോടാ. ഡാഡി, ഞാൻ നീ ഒന്നും പറയണ്ട. തൽക്കാലം ഇവിടെ നിന്ന് പോയാൽ മതി.
ഇവിടെ കാര്യം ഞാൻ നോക്കണം. ഡാഡി ഇവിടെ പോകാനാ പറഞ്ഞേ.